everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നമുക്കറിയാം നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ഏതാ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര്? യെസ്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ആ ചാപ്റ്ററിൽ പൊട്ടൻഷ്യലുള്ള പോസിബിലിറ്റി ഉള്ള ഒരുപാട് ഡിസ്കോഴ്സുകളുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലെ ഡിസ്കോഴ്സുകളൊക്കെ വളരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതെങ്ങനെ എഴുതാം എന്ന് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അസ്ത്ര ബാച്ചിൽ ഇതൊക്കെ ഓൾറെഡി എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ അസ്ത്ര ബാച്ചിൽ ആദ്യത്തെ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അസ്ത്രയുടെ 2.0 ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നേരെ വന്നോളൂ, അവിടെ നിന്ന് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സെൻസ് എ റിപ്പോർട്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ഇൻസിഡൻറ്റ്. അതായത് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞ ആ കഥയിൽ നടക്കുന്ന ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പത്രാധിപൻ, ഒരു എഡിറ്റർ എന്ത് ചെയ്യുന്നു, ഒരു റിപ്പോർട്ടറെ അങ്ങോട്ടേക്ക് അയക്കുന്നു. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. നിങ്ങളോട് ആ ന്യൂസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ന്യൂസ് റിപ്പോർട്ട് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ 6 മാർക്കിൻ്റെ ന്യൂസ് റിപ്പോർട്ടിന് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കാം. സോ ആദ്യത്തത്, ഈ ന്യൂസ് റിപ്പോർട്ടിന് നിങ്ങളൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവണം. അത് വളരെ ക്യാച്ചി ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാം. അടുത്തത് ബൈ ലൈനാണ്. എന്താണ്? ബൈ ലൈനാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡേറ്റ് ലൈനാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല, ഞാനത് കാണിച്ചു തരാം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസ് ലൈനാണ്. എവിടെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് എഴുതുന്നതാണ് പ്ലേസ് ലൈൻ എന്ന് പറയാം. സോ പ്ലേസ് ലൈൻ നമ്മൾ എന്ത് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ, അതായത് ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ നോട്ടത്തിൽ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആര്, എന്ത്, എപ്പോൾ, എവിടെ, ഹൗ, വെൻ, വേർ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് ആൻസർ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞു പാരഗ്രാഫ് എഴുതാം. ആക്ച്വലി നമ്മൾ ഈ പാരഗ്രാഫിനെ ടെക്നിക്കലി വിളിക്കുന്നത് ലീഡ് പാരഗ്രാഫ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ലീഡ് പാരഗ്രാഫ്. ലീഡ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അടുത്തതാണ് നമ്മൾ ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ. അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്ന കാര്യം. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആ പാരഗ്രാഫിനെയാണ് നമ്മൾ വിളിക്കുക, ബോഡി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ ആ ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ത്, കോട്ട് എന്ന് പറയുന്നത്. കോട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു ഒരു മഹാത്മാവിൻ്റെ, ഗാന്ധിജിയുടെയും നെൽസൺ മണ്ടേയുടെയും കോട്ട് കൊടുക്കുക എന്നല്ല, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഇൻസിഡൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരാളുടെ അഭിപ്രായം കോട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് 6 മാർക്കിന് ഒരു പെർഫെക്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കിട്ടും. നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് കഥ അറിയാം, പെലെയുടെ, എലിസന്റയുടെ, വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിൻ്റെ കഥ നമുക്കറിയാം. പക്ഷെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് 6 മാർക്കിൻ്റെ ഈ ഫോർമാറ്റിലേക്കുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് എങ്ങനെ പോവാം. സോ അടുത്തത്, നിങ്ങൾക്ക് എൻ്റെ ലൈവിൽ എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് ഇംഗ്ലീഷിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും, നിങ്ങളുടെ സ്കൂളിൽ എവിടെ എത്തി അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളത്, നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ എന്താ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഏത് പോർഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. നോക്കും. സോ ഞാനൊരു ടൈറ്റിൽ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ടൈറ്റിൽ, മിസ്റ്റീരിയസ് ഏഞ്ചൽ. മിസ്റ്റീരിയസ്, നിഗൂഢമായിട്ടുള്ള ഒരു ഏഞ്ചലിനെ ഹെൽഡ് ക്യാപ്റ്റീവ്. ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഹെൽഡ് ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ തടങ്കലിൽ വെക്കുക എന്നാണ്. ഹെൽഡ് ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? തടങ്കലിൽ വെക്കുക എന്നാണ്. ഇൻ ലോക്കൽ കോർട്ട്യാർഡ്, അല്ലേ, നാട്ടിലെ ഒരു കോർട്ട്യാർഡിൽ, അല്ലേ, ലോക്കൽ മീൻസ് നാട്ടിലെ ഏതോ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, തടങ്കൽ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടൈറ്റിൽ. സോ മിസ്റ്റീരിയസ് ഏഞ്ചൽ, അത് ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് 23rd April 2025. അതായത് ഞാൻ ഏത് ദിവസമാണോ ഈ സംഭവം നടന്നത് ആ സംഭവത്തിന് ഡേറ്റ് എഴുതുക, ഡേറ്റ് ലൈൻ ആൻഡ് ബൈ ലൈൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല. ബൈ ലൈൻ ഇസ് വെരി സിമ്പിൾ. ബൈ ഹും ദ ആർട്ടിക്കിൾ ഇസ് റിപ്പോർട്ടഡ്. ആരാണ് ഈ ആർട്ടിക്കിൾ, ലേഖനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 2 ഡാറ്റയും ഇവിടെ എഴുതുന്നു. അടിപൊളി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് പ്ലേസ് ലൈനാണ്. സോ പ്ലേസ് ലൈൻ എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ കോഴിക്കോട് നിന്നോ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നോ എഴുതരുത്. കാരണം നമുക്കറിയാം ഈ കഥ എഴുതിയത് ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ് എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ കൊളംബിയൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും കഥകളിലും വരുന്ന ഒരു ഫിക്ഷണൽ ടൗൺ. ആസ് വി ബോത്ത് നോ, ദിസ് ഈസ് എ ഫിക്ഷണൽ സ്റ്റോറി. അതുകൊണ്ട് ഇത് നടക്കാൻ സാധ്യത ഒരു ഫിക്ഷണൽ ടൗണിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ സ്ഥിരമായിട്ട് കഥകൾ ഉപയോഗിക്കുന്ന ആ ഫിക്ഷണൽ ടൗൺ തന്നെ കൊടുക്കാം. എന്താണ്? മെക്കൻഡോ. ഓക്കെ, പറ്റുമെങ്കിലും ഓർമ്മിച്ച് വെക്കാം.
അതിനുശേഷം നമ്മൾ ലീഡ് പാരഗ്രാഫിലേക്ക് പോകുന്നു. എന്താണ് ലീഡ് പാരഗ്രാഫ്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഈസ് ഫൗണ്ട് ബിഹൈൻഡ് എ സ്മോൾ ഹൗസ്. അല്ലെ, കഥ വായിച്ചവർക്ക് അറിയാം, ഇതൊക്കെ എളുപ്പമാണ്. പഠിച്ചവർക്ക് അസ്ത്രാബാസിൽ പഠിച്ച കുട്ടികൾക്ക് എളുപ്പത്തിൽ അറിയാം. അതും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളാണ് കമൻറ്റ് ബോക്സിൽ പറയേണ്ടത്. പീപ്പിൾ കൺസിഡർ ഹിം എ ഫാളൻ ഏഞ്ചൽ. ആളുകൾ അദ്ദേഹത്തെ കണക്കാക്കുന്നത് അല്ലേ ഭൂമിയിലേക്ക് വീണ ഒരു മാലാഖയായിട്ടാണ്. ബട്ട് ഹീസ് ലോക്ക്ഡ് ഇൻ എ ചിക്കൻ കൂപ്പ്. പക്ഷേ സർപ്രൈസിംഗ്ലി അദ്ദേഹം ഒരു വീട്ടിലെ ചിക്കൻ കൂപ്പിൽ കോഴിക്കോട് എന്തായിട്ട് കിടക്കുകയാണ്, ലോക്കായി കിടക്കുകയാണ്. ക്രൗഡ്സ് പേ ടു സീ ഹിം. ആളുകൾ അദ്ദേഹത്തെ കാണാൻ പൈസ കൊടുക്കുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പെലെയോ എലിസണ്ടയും. പെലെയോ ആൻഡ് എലിസണ്ട, എ ലോക്കൽ കപ്പിൾ, ഡിസ്കവർ ദ മാൻ. അവരാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ദർ സിക്ക് ചൈൽഡ് റിക്കവേഴ്സ് ആഫ്റ്റർ ഹിസ് അറൈവൽ. അവരുടെ സിക്കായിട്ട് അസുഖബാധിതമായിട്ടുള്ള കുട്ടി ഈ മാലാഖയുടെ ഏഞ്ചലിന്റെ വരവിന് ശേഷം റിക്കവർ ചെയ്യുന്നുണ്ട്, അസുഖം ഭേദമാവുന്നുണ്ട്. ലീഡിങ് ദം ടു ബിലീവ് ഹി വാസ് സെൻഡ് ഫ്രം ദ ഹെവൻസ്. ഹൗഎവർ ദ സ്പെക്ടേറ്റേഴ്സ് ട്രീറ്റ് ഹിം ലൈക്ക് എ സർക്കസ് ആനിമൽ. പക്ഷേ ഈ കാഴ്ചക്കാരുണ്ടല്ലോ, സ്പെക്ടേറ്റേഴ്സ് ഉണ്ടല്ലോ, ലോൺ ലുക്കേഴ്സ്, അവർ അദ്ദേഹത്തെ ഒരു സർക്കസ് ആനിമലായിട്ട്, ഒരു ഷോ പീസായിട്ട്, കാഴ്ച വസ്തുവായിട്ടാണ് കാണുന്നത്. അതാണ് നമ്മുടെ ലീഡ് പാരഗ്രാഫ്. ഇനി ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇലാബറേറ്റ് ചെയ്യുന്നു. People throw food at him, they pull out his feathers, they throw stones to make him stand. ഈ രീതിയിൽ ഇത് കഥ വായിച്ചവർക്ക് അടിപൊളിയായിട്ട് കാര്യം അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ ഇലാബറേറ്റ് ചെയ്യുന്നു, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. അതിനുശേഷം ഒരു കോട്ട് കൂടെ ആഡ് ചെയ്യാം. എന്താണ് ആ കോട്ട്? നോക്കൂ. സം പീപ്പിൾ ഇൻ ദ ടൗൺ ഫീൽ അപ്സെറ്റ്. എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് എക്സൈറ്റഡും ഹാപ്പി അല്ല. ചില ആളുകൾ എന്താണ്, അപ്സെറ്റ് ആണ്. വൺ സ്പെക്ടേറ്റർ സേസ്. സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കാരൻ എന്നാണ്. ഒരു കാഴ്ചക്കാരൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഹി മെ നോട്ട് ബി എൻ ഏഞ്ചൽ. അദ്ദേഹം ചിലപ്പോൾ ഒരു ഏഞ്ചൽ ഒന്നും ആയിരിക്കില്ല, ബട്ട് ഹി ഡിസേർവ്സ് കൈൻഡ്നെസ്. പക്ഷെ അദ്ദേഹം കുറച്ച് കൈൻഡ്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ദയ അർഹിക്കുന്നുണ്ട്, അതെങ്കിലും അയാൾക്ക് കൊടുക്കണം. സോ ഈ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് നമുക്ക് എത്താം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ അക്കാഡമിക് ഇയർ വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഒരു ചാപ്റ്ററിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്താണ്, അതിലെ ഡിസ്കോഴ്സുകളെ വളരെ പ്രാക്ടിക്കലായിട്ട് സമീപിക്കുക, അതിനെ എഴുതി പഠിക്കുക എന്നൊക്കെയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സൈനിങ് ഓഫ് ഫ്രം Xylem ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി, ഹാപ്പി ലേണിംഗ്.